എന്താ ചോദ്യം? ഏത് അതിന് മുമ്പ് എവിടെയും പോയിട്ടില്ലല്ലോ. തിരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം ആദ്യമായിട്ട് വന്നതൊന്നുമല്ലല്ലോ. ഇതിന് മുമ്പും തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് എവിടേക്കാണ് പങ്കെടുക്കേണ്ടത്, പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചത് എല്ലാവർക്കും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആദ്യം തന്നെ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്, ഇവിടുന്ന് ആളുകൾ പോയിട്ടുമുണ്ട്. അതിൽ മുഖ്യമന്ത്രി കേരളം വിട്ട് പോകണം തീരുമാനിച്ചിട്ടില്ല. അതാ കാര്യം. ഓ അതെ അതെ, ജനങ്ങൾ അറിഞ്ഞല്ലോ. നിങ്ങൾ തന്നെ അറിയിപ്പിച്ചല്ലോ. അതിൽ നിങ്ങൾ മാധ്യമം ചെയ്ത പണി ഇല്ല. പോകുന്നതിന് മുമ്പ് തന്നെ നാളെ പോകുമെന്ന് പറഞ്ഞിട്ട് തന്നെ വന്നു. പോയതിൻ്റെ ചിലപ്പോൾ സാധാരണ പോകുമ്പോൾ ആരാ ചിലപ്പെടുക്കൽ? അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ചിലവാരെടുക്കൽ നിങ്ങൾ ശുദ്ധ അസംബന്ധ ചോദ്യമാണ്. അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വലിയ യാത്ര പോകുന്നതിന് വലിയ യാത്ര പോകുന്നതിന് നിങ്ങൾ ചിലവാരെടുത്ത് ആരാ ടിക്കറ്റ് എടുത്തതെന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അറിയിച്ചിട്ടുണ്ടല്ലോ. അതിലെ പറഞ്ഞിട്ടുണ്ട്. അറിയിക്കാണ്ട് പോവോ? അറിഞ്ഞിട്ടല്ലേ പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്താ നിങ്ങൾ ഏത് പത്ര മാതൃഭൂമി മാതൃഭൂമി ചോദിച്ചില്ലെങ്കിലേ കാരണം നിങ്ങളാണല്ലോ കെട്ടിപ്പോക്കിയത്. ആദ്യം മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ശരി, മതി. അത്രയും കാരണം മതിയാക്കിയാൽ മതി. അതിനെ സംബന്ധിച്ചു സുധാകരൻ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ ചോദിക്കുന്ന പോലെ പറയാം. അതിന് സ്വന്തം പണം തന്നെയാണ്. സ്വന്തം പണമല്ലാണ്ട് വേറെ ആരെങ്കിലും പണത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യും? നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളെന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ? സ്വന്തം ചെലവിലാണ് പോകുന്നത്. പ്രതിപക്ഷം ചോദിക്കുന്നതല്ല. പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം നിങ്ങളെ ചോദ്യമാണ്. പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ശേഷി തന്നെയില്ല, പണ്ടേ ഇല്ല. യഥാർത്ഥത്തിൽ എല്ലാ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. ശരി, അടുത്ത പറ. മുരളീധരനും സുധാകരനും ചോദിച്ചതിനെ പറ്റിയൊന്നും ഞാൻ അധികം പറയുന്നില്ല. സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ BJPയിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ള ഭീഷണി ഉപയോഗിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസിഡന്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചർച്ചയില്ല. ഭീഷണിയിലാണ് പിന്നെന്താ? ഭീഷണി സ്വരം അന്നേ പറഞ്ഞില്ല. ഞാനും നിങ്ങളും കേട്ടതല്ലേ. നിങ്ങൾക്ക് ഭീഷണി മനസ്സിലാവുന്നില്ലേ? ഹൈക്കമാൻഡ് സമ്മതിക്കാൻ അന്നേരത്തെ സമ്മതിക്കായിരുന്നല്ലേ അന്നേരല്ലേ യോഗം ചേർന്നത്? ഹൈക്കമാൻഡ് സമ്മതിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ഞാൻ നേരത്തെ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അതാ പറഞ്ഞ അതാ ഭീഷണി. പിന്നെ അതിനല്ലേ സ്ഥിരം ഭീഷണി. ശരി. കോൺഗ്രസ് ലീഡർ ഓവർസീസ് ചെയർമാൻ സാം പിട്രോഡ പുറത്ത് ഒരു സ്റ്റേറ്റ്മെന്റ്, വളരെ റേഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻസ് ആഫ്രിക്കൻമാരെ പോലെയാണ്, നോർത്ത് ഈസ്റ്റ് ലൈക്ക് ചൈനീസ് എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ മീറ്റിംഗ്. എന്താ പറഞ്ഞത്? സൗത്ത് ഇന്ത്യക്കാരെ ആഫ്രിക്കക്കാരെ പോലാണ്, വടക്കേ ഇന്ത്യക്കാരെ വെള്ളക്കാരെ പോലാണ്, ചൈനക്കാരെ പോലാണ് ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എല്ലാവരും ഒന്നാണ്. ആര് പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. ഇത് ചൈനക്കാരെ പോലെയാണോ, നേപ്പാളികളെ പോലെയാണോ, വെള്ളക്കാരെ പോലെയാണോ, ദ്രാവിഡരായിട്ടുള്ള ഈ കറുത്ത വിഭാഗം അത് ആദിവാസികളെ പോലെയാണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് ശരിയായ ഉത്തരം. അത് ഈ ഇന്ത്യ വൈവിധ്യപൂർണമായ ജനങ്ങളുടെ ജീവിത എന്താ പറയുക വിന്യസിപ്പിക്കപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതാണ് കൂട്ടായ്മ. അതിൻ്റെ ആത്മാവ് അതാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അതാണ് ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ ആത്മാവ്, വൈവിധ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനെ അപഹസിക്കത്തക്ക രീതിയിൽ പലരും ലോകത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊന്നും നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കേണ്ടില്ല. ശരിയായ പ്രതികരണം ഇതാണ്: ഇന്ത്യക്ക് വൈവിധ്യപൂർണമായ ഒരു വിന്യാസമുണ്ട്. ജനങ്ങളെ അത് കറുത്തതുണ്ട്, വെളുപ്പുണ്ട്, അതുപോലെ തന്നെ ഒരുതരം മഞ്ഞയുണ്ട്, ഒക്കെയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യ. ഇതാണ് ഒരു ദേശീയ രാഷ്ട്രം. അതാണ്. വിവിധ ദേശീയതകളുണ്ട്, ഉപദേശീയതകളുണ്ട്. പക്ഷേ ഒരു ദേശീയ രാഷ്ട്രം എന്ന രീതിയിൽ ഈ ഐക്യമാണ് ഈ നിൽക്കുന്നത്. അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാര്യം. രണ്ട് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഭൂരിപക്ഷം കിട്ടും.
എണ്ണം പറയാൻ പറ്റില്ല. പക്ഷേ ഈ രാജേന്ദ്രനെ വീണ്ടും BJP-ക്കാർ സന്ദർശിച്ചു. അത് എല്ലാ സന്ദർഭത്തിലും ഓരോരുത്തരും ഒരാൾ പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. 3 കോൺഗ്രസ് നേതാക്കളുടെ ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധപ്പെട്ടുണ്ടാവും. അതിന് നമുക്ക് എന്താ, രാജേന്ദ്രൻ പോകില്ല. രാജേന്ദ്രൻ ബന്ധപ്പെടുന്നില്ല എല്ലാവരും എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രശ്നമില്ല. പക്ഷേ രാജേന്ദ്രൻ പോകില്ല. ആ, അത് ഈ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രതിസന്ധിയാണ്. കാരണം കോൺഗ്രസ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസായിരുന്നു. ആ കേസ് വഴിക്ക് വെച്ച് ഈ മാത്യു കുളനാടൻ ഉടച്ചു കളഞ്ഞു. ആ ഉടച്ചു കളഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് അവരുള്ളത്. മനസ്സിലായ? അത് പൊളിച്ചു കളഞ്ഞില്ലേ? അവർ കെട്ടിപ്പൊക്കി കൊണ്ടുപോകുന്നല്ലേ? ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരണ്ടല്ലേ? അപ്പോഴേക്കത് പൊളിഞ്ഞില്ലേ? ആ പൊളിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഈ കുളനാടനാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് കുളനാടനും കോൺഗ്രസും തമ്മിൽ നല്ല തർക്കത്തിലാണ്. അതുകൊണ്ട് അവർ പ്രതികരിക്കാതെ, അവരുടെ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് കുളനാടൻ്റെ ഇടപെടലുണ്ടായത്.